Hello dear students, the next topic from fourth module is three-dimensional object representation. That is how we can represent a three-dimensional object. ഒരു three-dimensional objectനെ നമുക്ക് എങ്ങനെ സ്ക്രീനിൽ represent ചെയ്യാൻ സാധിക്കും. Okay, so here we discussed about two methods, polygon surface and quadric surfaces. Okay, so we can represent a three-dimensional object ആസ് എ കളക്ഷൻ ഓഫ് സർഫേസസ്. അതായത് നമ്മളൊരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് സർഫേസ് ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഞാനൊരു ഫിഗർ ഡ്രോ ചെയ്തതാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ഫിഗർ ഡ്രോ ചെയ്യുന്നു. അതിനെയെല്ലാം നമ്മൾ പല പല സർഫേസ് ആയിട്ട്, അതായത് ഇതൊരു സർഫേസ്, ദിസ് വൺ ആൻഡ് ദ സർഫേസ്, ദിസ് വൺ ആൻഡ് ദ സർഫേസ്, ദിസ് വൺ ആൻഡ് ദ സർഫേസ്, അങ്ങനെ ഒരു കളക്ഷൻ ഓഫ് സർഫേസ് ആയിട്ടായിരിക്കും ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വി ക്യാൻ യൂസ് ടു ഡിസ്പ്ലേ ഈ ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ് ഈസ് പോളിഗൺ ആൻഡ് കോർട്രിക് സർഫേസ്. പോളിഗൺ സർഫേസ് ആയിട്ട്, പോളിഗൺ സർഫേസസ് മീൻസ് നമുക്കൊരു ഒബ്ജക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഇതേപോലെ പോളിഗൺ സർഫേസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതൊരു പോളിഗൺ സർഫേസ്, ദിസ് വൺ ഒരു പോളിഗൺ സർഫേസ്, ദിസ് വൺ ഒരു പോളിഗൺ സർഫേസ്. ഒരു പോളിഗൺ ഷേപ്പിലുള്ള ഒരു പ്ലെയിൻ ആയിട്ടൊരു സർഫേസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോർട്രിക് സർഫേസസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കോർട്രിക് സർഫേസ് മീൻസ് സ്പിരിക്കൽ ഷേപ്പിലോ അല്ലെങ്കിൽ എലിപ്സോയിഡ് ഷേപ്പിലോ അല്ലെങ്കിൽ ടോറസ് ഷേപ്പിലോ ഒക്കെ നമുക്ക് represent ചെയ്യാം. Okay, so the first method is polygon surface and quadric surfaces, and it is a precise description. നമുക്കൊരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ. പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ മീൻസ് നമുക്ക് ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മളൊരു കേർവ്ഡ് സർഫേസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതേപോലെ കേർവ്ഡ് സർഫേസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് സ്പ്ലൈൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രൊസീജിയറൽ മെത്തേഡ്സ്. ദാറ്റ് ഈസ് ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. പ്രൊസീജിയറൽ മെത്തേഡ്സ് വഴി നമുക്ക് അതിനെ ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഈസ് ഓക്ട്രി റെപ്രസെൻറ്റേഷൻ. ഓക്ട്രി റെപ്രസെൻറ്റേഷൻ മീൻസ് അതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിൻലി 4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് മാത്രം നമുക്ക് ആസ് പെർ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പോളിഗൺ സർഫേസ് ആൻഡ് കോർട്രിക് സർഫേസ്. ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു കളക്ഷൻ ഓഫ് പോളിഗൺ പ്ലെയിൻ സർഫേസ് ആയിട്ടോ അല്ലെങ്കിൽ കോർട്രിക് സർഫേസ് ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞ 4 ത്രീ ഡയമെൻഷണൽ ഡിസ്പ്ലേ മെത്തേഡ്സിനെയും മെയിൻലി 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. The objects are represented as a collection of surfaces, and three-dimensional object representation is divided into 2 categories: boundary representation of B-reps and space partitioning representation. Boundary representation means നമ്മളൊരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൗണ്ടറി നമ്മൾ കുറച്ചും കൂടെ തിക്കൺ ചെയ്ത് ഒന്ന് സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ബൗണ്ടറീസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റീരിയർ സർഫേസ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ പാർട്ട് ഏതാണ്, എക്സ്റ്റേർണൽ പോർഷൻ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് എൻ എക്സാമ്പിൾ ഫോർ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ബൗണ്ടറീനെ നമ്മൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഡാർക്കൺ ചെയ്താണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ വി ക്യാൻ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ് ആൻഡ് ദിസ് പോർഷൻ ആർ ദ ഇൻസൈഡ്, ദീസ് പോർഷൻസ് അതിൻ്റെ ഇൻസൈഡ് എന്നും ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം നമുക്ക് ഔട്ട് സൈഡ് എന്നും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് സ്പേസ് പാർട്ടീഷനിങ് മെത്തേഡ്. സ്പേസ് പാർട്ടീഷനിങ് മെത്തേഡ് മീൻസ് ഇൻ ഓർഡർ ടു ഡിസ്പ്ലേ ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സെറ്റ് ഓഫ് ക്യൂബ്സ്. അതായത് ഇതുപോലെ കുറേ ക്യൂബ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യൂബ് റെപ്രസെൻറ്റേഷൻ മീൻസ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റീരിയറിനെ പല പല പ്ലെയിൻസ് ആയിട്ട് അല്ലെങ്കിൽ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹിയർ
It is used to describe the interior properties by partitioning the spatial region, that is the plane, containing object into a set of small or non-overlapping contiguous solids, usually cubes. Cubes കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതാണ് സ്പേസ് പാർട്ടീഷനിങ്. ഓക്കെ, സോ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത 4 മെത്തേഡ്സിനെയും നമുക്ക് 2 കാറ്റഗറീസാണ് ഡിവൈഡ് ചെയ്യാം. ബൗണ്ടറി റെപ്രസെൻറ്റേഷനും ഉണ്ട്. ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ മീൻസ് നമുക്ക് ബൗണ്ടറീനെ അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ്റ്റീരിയർ പാർട്ടും അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ സ്പേസ് പാർട്ടീഷനിങ് മെത്തേഡ്സ് മീൻസ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ഡിഫറെൻറ്റ് ക്യൂബ്സ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, then so let me discuss about the first method, that is three-dimensional object representation in the form of polygon surface. അപ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. പോളിഗൺ സർഫസ് എന്ന് പറയുന്നത് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. ഹിയർ വി ക്യാൻ യൂസ് എ സെറ്റ് ഓഫ് പോളിഗൺ സർഫസ് ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ഇൻറ്റീരിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റീരിയർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സെറ്റ് ഓഫ് പോളിഗൺ സർഫസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗറിനകത്ത് 2 ഫേസസ് അല്ലെങ്കിൽ റീജിയൻസ് ഉണ്ട്. ആ 2 സർഫസ് നമ്മളൊരു രണ്ട് പോളിഗൺ, ഒന്നൊരു ട്രയാങ്കിൾ ദെൻ ഒരു റെക്റ്റാങ്കിൾ, ആ 2 പോളിഗൺ സർഫസ് ആയിട്ടായിരിക്കും നമ്മൾ ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോളിഗൺ ടേബിൾ യൂസ് ചെയ്യും. Polygon table means it's a representation of vertex coordinates, edges and other properties of a polygon into table form. ഓക്കെ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ പോളിഗൺ സർഫസ് ആയിട്ടാണ് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡേറ്റ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ് പോളിഗൺ ടേബിൾ. Okay, these polygon tables are organized into 2 groups, that is geometrical table and attribute table. ഈ പറഞ്ഞ പോളിഗൺ ടേബിൾസിനെ തന്നെ നമ്മൾ 2 ടൈപ്സ് ഓഫ് പോളിഗൺ ടേബിൾസ് ഉണ്ട്. ജോമെട്രിക്കൽ ടേബിൾസും ഉണ്ട്, ദെൻ ആട്രിബ്യൂട്ട് ടേബിൾസും ഉണ്ട്. ഓക്കെ, ദെൻ ജോമെട്രിക്കൽ ടേബിൾ മീൻസ് ആ പോളിഗൺ അല്ലെങ്കിൽ ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർട്ടിസസ്, അതിൻ്റെ എഡ്ജസ്, അതിൻ്റെ സർഫസ് ഓർ ഫേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ ജോമെട്രിക്കൽ ടേബിളിൽ സേവ് ചെയ്യുന്നത്. ദെൻ ആട്രിബ്യൂട്ട് ടേബിൾ മീൻസ് അതർ ഇൻഫോർമേഷൻസ്, മീൻസ് കളർ, അതിൻ്റെ ട്രാൻസ്പെറൻസി, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും നമ്മൾ ആട്രിബ്യൂട്ട് ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് എ പോളിഗൺ ടേബിൾ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പോളിഗൺ object, that is a 3-dimensional object, and these polygon tables consist of 2 tables, subtables, that is geometric tables. Geometric table contains the parameters which specify the geometry of the polygon. Then attribute table which stores other informations like color, transparency, etc. Okay, then ഈ പറഞ്ഞ ജോമെട്രിക്കൽ ടേബിളിനെ തന്നെ സബായിട്ട് നമ്മൾ 3 ടേബിൾസ് ഉണ്ട്. ഓക്കെ, എ കൺവീനിയൻറ്റ് വേ ടു റെപ്രസെൻറ്റ് ദ ജോമെട്രിക്കൽ ടേബിൾസ് ആസ് it is represented as a form of 3 tables, that is vertex table, edge table and polygon table. അപ്പോൾ നമുക്ക് ആ ഒരു നെയിം കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. vertex table മീൻസ് നമ്മുടെ ആ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ പോളിഗണായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേർട്ടിസസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും vertex ടേബിലുള്ള. എഡ്ജ് ടേബിൾ മീൻസ് എഡ്ജിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും. ദെൻ പോളിഗൺ സർഫേസസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും പോളിഗൺ ടേബിളിനകത്ത് ഉള്ളത്. ഓക്കെ, സോ ദിസ് എൻ എക്സാമ്പിൾ. ഇത് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പോളിഗൺ ടേബിൾസിനെ പറ്റിയിട്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾസ് ആയിട്ടാണ് നമ്മൾ ജോമെട്രിക്കൽ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേർട്ടെക്സ് ടേബിൾ, എഡ്ജ് ടേബിൾ, പോളിഗൺ സർഫസ് ടേബിൾ. വേർട്ടെക്സ് ടേബിൾ മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ വേർട്ടിസസ്. ഓരോ വേർട്ടിസസ് എന്ന് പറയുന്നതും ഓരോ പോയിൻ്റ് ആണ് അല്ലേ. അതിൽ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 3 വാല്യൂസ് കാണും. എക്സും കാണും, വൈയും കാണും, ഇസഡും കാണും. സോ വേർട്ടെക്സ് ടേബിളിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനകത്ത് എത്ര വേർട്ടിസസ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ടോട്ടലി 5 വേർട്ടിസസ് ഉണ്ട്. അപ്പോൾ ആ 5 വേർട്ടിസസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ മീൻസ് ഓരോ വേർട്ടെക്സിലുള്ള പോയിൻറ്റ് x1, y1, z1, ദെൻ v3 = x3, y3, z3, y5 = xy, y5, z5, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും വേർട്ടെക്സ് ടേബിളിലുള്ളത്. ഓക്കെ, സോ വേർട്ടെക്സ് ടേബിൾ സ്റ്റോർസ് ഈച്ച് വേർട്ടെക്സ് about each vertex. Then edge table means എന്തായിരിക്കും? അതിനകത്തുള്ള ടോട്ടൽ എഡ്ജസ് ഇൻഫോർമേഷൻ ആയിരിക്കും. എഡ്ജസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഓരോ എഡ്ജിൻ്റെയും എൻഡ് വേർട്ടസസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ E1 നോക്കുവാണെങ്കിൽ E1ൻ്റെ എൻഡ് വേർട്ടസസ് ആണ് V1 ആൻഡ് V2. ദെൻ E5 എടുത്ത് നോക്കുവാണെങ്കിൽ E5ൻ്റെ എൻഡ് വേർട്ടസസ് ആണ് V4 ആൻഡ് V5. ടോട്ടൽ 6
എഡ്ജസ് ഉണ്ട്. സോ ആ 6 എഡ്ജസിനെ പറ്റിയും ആ ഓരോ എഡ്ജസിൻ്റെയും എൻഡ് വേർട്ടസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എഡ്ജ് ടേബിളിലുള്ള. സോ എഡ്ജ് ടേബിൾ സ്റ്റോർസ് ഈച്ച് എഡ്ജ് വിത്ത് 2 എൻഡ് പോയിൻറ്റ്സ് എൻഡ് വേർട്ടസസ്. ദെൻ തേർഡ് വൺ ഈസ് പോളിഗൺ സർഫസ് ടേബിൾ. പോളിഗൺ ടേബിൾ എന്ന് പറയാം അതിന്. പോളിഗൺ സർഫസ് ടേബിൾ മീൻസ് ഇതിൻ്റെ സർഫസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് എഡ്ജസ്, ബൗണ്ടറീസ് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ സർഫസ്. ഹിയർ ദ 3-dimensional object consists of 2 surfaces. അപ്പോൾ ആ 2 സർഫസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. സർഫസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മീൻസ് ആ സർഫസിലുള്ള എഡ്ജസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇപ്പോൾ S1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജസ് E1, E2 ആൻഡ് E3. S2 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജസ് E4, E5, E6 ആൻഡ് E3 ആ ഇൻഫർമേഷൻ ആയിരിക്കും. സോ ജോമെട്രിക്കൽ ടേബിൾ മീൻസ് 3 ടേബിൾസ് ഉണ്ട്. വേർട്ടസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വേർട്ടക്സ് ടേബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈച്ച് വേർട്ടക്സ് ആൻഡ് വാല്യൂസ് XYZ വാല്യൂസ്. ദെൻ എഡ്ജ് ടേബിൾ മീൻസ് ഓരോ എഡ്ജ് ആ എഡ്ജിൻ്റെ എൻ പോയിൻറ്റ്സ് എൻ വേർട്ടസസ്. ദെൻ സർഫസ് ടേബിൾ മീൻസ് എത്ര സർഫസസ് ഉണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും എഡ്ജസ് ആ ഇൻഫർമേഷൻ ആയിരിക്കും ഉള്ളത്. സോ ഇതാണ് നമ്മുടെ ജോമെട്രിക്കൽ ടേബിൾ. ദെൻ ആട്രിബ്യൂട്ട് ടേബിളിനകത്ത് നമ്മുടെ കളർ പ്രോപ്പർട്ടീസും ട്രാൻസ്പെറൻസി പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇതുപോലെ പോളിഗൺ സർഫസ്, സെറ്റ് ഓഫ് പോളിഗൺ സർഫസ് ആയിട്ട്, അതായത് ഇതൊരു സർഫസ് ഇത് അനദർ സർഫസ്, അങ്ങനെ സെറ്റ് ഓഫ് പോളിഗൺ സർഫസ് ആയിട്ടായിരിക്കും നമ്മളൊരു സ്ക്രീനിലുള്ള 3-dimensional ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ പോളിഗൺ ടേബിൾസിൽ സേവ് ചെയ്യുന്നു. പോളിഗൺസ് ടേബിൾ 2 ടൈപ്സ് ഉണ്ട്, ജോമെട്രിക് ആൻഡ് ആട്രിബ്യൂട്ട്സ് ടേബിൾ. അതിൽ ജോമെട്രിക്കൽ ടേബിൾ 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ദെൻ these are some basic steps that should be performed before producing a polygon surface by using any graphical package. നമ്മളൊരു പോളിഗൺ ഒബ്ജക്റ്റിനെ പോളിഗൺ സർഫസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഷുവർ വരുത്തേണ്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ് അല്ലെങ്കിൽ ടെസ്റ്റാണ്. ഫസ്റ്റ്, എവറി വേർട്ടെക്സ് ഈസ് ലിസ്റ്റഡ് ആസ് എ എൻ പോയിൻറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ്. നമ്മൾ അതായത് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ വേർട്ടിസസും അറ്റ്ലീസ്റ്റ് 2 എഡ്ജസിൻ്റെ എങ്കിലും എന്തായിരിക്കണം, എൻ പോയിൻ്റ് ആയിരിക്കണം. ദെൻ എവറി വേർട്ടെക്സ് ഈസ് എ പാർട്ട് ഓഫ്, ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ വേർട്ടെക്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനൊരു വേർട്ടെക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നു വെച്ചു, ഇങ്ങനൊരു എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വേർട്ടെക്സിന് എന്താ, ആ വേർട്ടെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എഡ്ജിൽ മാത്രമേ ഇൻസിഡൻറ്റ് ചെയ്യത്തുള്ളൂ, ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്കൊരു പോളിഗൺ എന്നുള്ള രീതിയിൽ അതിന് ക്ലോസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഓരോ വേർട്ടെക്സും കൺസിഡർ ചെയ്യുമ്പോൾ ആ വേർട്ടെക്സ് എന്ന് പറയുന്നത് 2 എഡ്ജിൻ്റെ എങ്കിലും എൻ പോയിൻ്റ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് ടെസ്റ്റ് ഈസ് എവറി എഡ്ജ് ഇസ് എ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 1 പോളിഗൺ. അതായത് നമ്മളിപ്പോൾ വരച്ചതുപോലെ ഏതൊരു എഡ്ജും ഏതെങ്കിലും ഒരു പോളിഗൺ സർഫസിൻ്റെ പാർട്ടായിരിക്കണം, അല്ലാതെ ഇതുപോലെ ഒരു പോളിഗൺ സർഫസിൻ്റെ പാർട്ടല്ലാത്തൊരു എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എവറി പോളിഗൺ ഈസ് ക്ലോസ്ഡ്. എല്ലാ പോളിഗൺസും ഇതുപോലെ ക്ലോസ്ഡ് ആയിരിക്കണം, ഓപ്പൺ ആയിരിക്കരുത്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ഈച്ച് പോളിഗൺ ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഷെയർഡ് എഡ്ജ്. എല്ലാ പോളിഗണിലും ഒരു ഷെയർഡ് എഡ്ജെങ്കിലും ഉണ്ടായിരിക്കണം. ഷെയർഡ് എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഇതുപോലെ ഇതൊന്നും ഷെയർഡല്ല, ഇതൊന്നും ഷെയർഡ് എഡ്ജ് അല്ലല്ലോ, വേറെ ആരും ഷെയർ ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ ഷെയർഡ് എഡ്ജ്. അപ്പോൾ ആ ഷെയർഡ് എഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനർത്ഥം എന്താ, ഒരു കണ്ടിന്യൂഷനായിട്ട് ആ എഡ്ജിനെ വേറൊരു സർഫസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3-dimensional ഒബ്ജക്റ്റിൻ്റെ ഒരു ഷേപ്പ് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് ഇങ്ങനൊരു ഷേപ്പ് നമ്മൾ വരച്ചു, അപ്പോൾ എന്താ, ഇതിനകത്തോടെ ഒരു എഡ്ജും വേറൊരു ഒബ്ജക്റ്റിനെയും വേറൊരു സർഫസിനെയും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഒബ്ജക്റ്റെന്നോ അല്ലെങ്കിൽ 3D ഒബ്ജക്റ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെയും കൂടെ ഉണ്ടെങ്കിൽ ഒരു 3-dimensional ഒബ്ജക്റ്റിൻ്റെ ഒരു ഷേപ്പ് നമുക്കവിടെ തോന്നും, ഇല്ലേ? അതാ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും വേറൊരു സർഫസ് ഷെയർ ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്നിൽ കൂടുതൽ സർഫസ് ഉണ്ടായിരിക്കണമെന്നാണ്, എങ്കിലേ ഒരു 3-dimensional ഒബ്ജക്റ്റിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പോളിഗൺ സർഫസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ പറഞ്ഞ ടെസ്റ്റുകൾ, അതായത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിഗറിൽ ഈ പ്രോപ്പർട്ടീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എല്ലാ വേർട്ടെക്സിനും 2 എഡ്ജസ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 2 എഡ്ജസിൻ്റെങ്കിലും എൻ പോയിൻറ്റ്സ് ആയിരിക്കണം. ദെൻ എല്ലാ എഡ്ജും അറ്റ്ലീസ്റ്റ് ഒരു സർഫസിൻ്റെ എങ്കിലും പാർട്ടായിരിക്കണം. എല്ലാ പോളിഗണും ക്ലോസ്ഡ് ആയിരിക്കണം. അതുപോലെ എല്ലാ പോളിഗണും ഒരു ഷെയർഡ് എഡ്ജെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് പോളിഗൺ സർഫസിൻ്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് യൂസിങ് പോളിഗൺ ടേബിൾസ്. ദെൻ ബിഫോർ പ്രൊഡ്യൂസിങ് എ പോളിഗൺ സർഫസ് ദാറ്റ് ഈസ് ടു റെപ്രസെൻറ്റ് എ 3-dimensional ഒബ്ജക്റ്റ് വി ഹാവ് ടു എൻഷുർ സം ടെസ്റ്റ്. ഓക്കെ, ദെൻ പ്ലെയിൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ
പോളിഗൺ ഒരു ഒബ്ജക്റ്റിനെ പോളിഗൺ സർഫേസസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ സർഫേസും ഒരു പ്ലെയിനാണ്. ഓക്കെ, ആ പ്ലെയിനിന് ഒരു ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിനിൽ ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നറിയാം. ആ പോയിൻ്റ് ഇൻസൈഡ് ആണെങ്കിൽ അതിനർത്ഥം അതൊരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റിൻ്റെ പാർട്ടാണ്. ആ പോയിൻ്റ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അത് ഒബ്ജക്റ്റിന് പുറത്താണ്. അതായത് നമുക്കിപ്പം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഈ രണ്ട് പ്ലെയിനും നമ്മൾ ഇക്വേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു XYZ പോയിൻ്റ് എടുക്കുമ്പോൾ അതിപ്പോൾ വേർട്ടെക്സിലോ അല്ലെങ്കിൽ ഈ പ്ലെയിനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുന്നു. ആ പോയിൻ്റ് എടുക്കുമ്പോൾ ഇന്ന പ്ലെയിനിലെ പോയിൻ്റ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഇനി പുറത്തൊരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ പ്ലെയിന് പുറത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുറത്തെ പോർഷനാണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Okay, so here for producing a three-dimensional object display, we have to process the input data representation for the object through several procedures. That is, we need to find the orientation and can be obtained by vertex coordinate values and the equation of the polygon. Okay, so the equation of the plane, ഒരു polygon surface ൻ്റെ equation എന്ന് പറയുന്നത് x plus by plus cz plus d equal to 0. അതിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ ദ പ്ലെയിൻ ആണ്. എ ബി സി ഡി എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് ആണ് വിച്ച് ഡിസ്ക്രൈബ് ദ സ്പേഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ എ ബി സി ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? സോ എ ബി സി ഡി എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴിയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ 3 പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുക. x1 y1 z1, x2 y2 z2 ആൻഡ് x3 y3 z3. 3 പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനൻ്റ് ഫോമിൽ കണ്ടുപിടിക്കണം. നമ്മൾ മെട്രിക്സിലൊക്കെ മെട്രിക്സിലൊക്കെ പഠിച്ചതുപോലെ ഡിറ്റർമിനൻ്റ് ഫോമിൽ നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ പോയിൻറ്റ്സിനെ എടുത്ത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ബി സി ഡിക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഒരു ന്യൂമറിക് വാല്യൂ കിട്ടും. ദെൻ എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5x പ്ലസ് 6y പ്ലസ് 2z അങ്ങനെ പ്ലസ് 5 ഈക്വൽ ടു 0 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമ്മളെ പ്ലെയിൻ്റെ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദെൻ ഒരു പോയിൻ്റ് XYZ എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കുക, ആ പറഞ്ഞ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. XYZ എന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ പോയിൻറ്റിൻ്റെ ഒരു ന്യൂമറിക് വാല്യൂ കാണും. സോ നമ്മളെടുത്ത ഇക്വേഷനകത്ത് ഫോർ എക്സാമ്പിൾ 5x പ്ലസ് 6y പ്ലസ് 2z പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷനകത്തോട്ട് നമ്മൾ എക്സിനും വൈക്കും ഇസഡിനും ഒരു പോയിൻറ്റ് ഒരു വാല്യൂ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ഡിഫൈൻ 3 പോയിൻറ്റ്സ്. ദാറ്റ് ഈസ് ഇഫ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി നോട്ട് ഈക്വൽ ടു 0 അല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറ്റ്സ് ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം ദ പോയിൻറ്റ് ഈസ് ഇൻ നോട്ട് ഓൺ ദാറ്റ് പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഇക്വേഷനകത്തോട്ട് XYZ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ആ വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ആ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലെയിനിലല്ല, ദാറ്റ് ഈസ് എക്സ്റ്റീരിയർ പോയിൻ്റ് ആണ്. ഇനി ഇഫ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ പോയിൻറ്റ് XYZ ഇൻസൈഡ് ദ സർഫസ്. ആൻഡ് ഇഫ് ദ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദ പോയിൻറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർഫസ്. ഇൻസൈഡ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് വരയ്ക്കുവാണെങ്കിൽ ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ ഒരു ക്യൂബ് പോലത്തെ ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡ് പോർഷനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതുപോലുള്ള ഔട്ട്സൈഡ് പോർഷനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ ഈ പ്ലെയിനിലൊന്നും അല്ലാതെ എക്സ്റ്റീരിയർ പാർട്ടിലായിരിക്കും പോയിൻ്റ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ പോയിൻറ്റ്സ് എവിടെയാണ് അത് വെച്ചിട്ട് ഏതാണ് ഒബ്ജക്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഏതാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പ്ലെയിൻ്റെ ഇക്വേഷൻസ് എഴുതുക, അതിൽ എ ബി സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുക, ദെൻ XYZ പോയിൻ്റ് എടുക്കുക, ദെൻ അതിനെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതൊരു എക്സ്റ്റീരിയർ സർഫേസിലുള്ള പോയിൻ്റ് ആണോ അതോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൽ തന്നെ ഇൻസൈഡ് പോയിൻ്റ് ആണോ ഔട്ട്സൈഡ് പോയിൻ്റ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പോളിഗൺ മെഷസ്. പോളിഗൺ മെഷസ് മീൻസ് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് പോളിഗൺ മെഷസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോളിഗൺ മെഷസ് മീൻസ് 3 ഡയമെൻഷണൽ സർഫേസ് ആൻഡ് സോളിഡ്സ് can be approximately represented by a set of polygonal and line elements വെച്ചിട്ടോ അല്ലെങ്കിൽ ലൈൻസ് വെച്ചിട്ടോ പോളിഗൺസ് വെച്ചിട്ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. These are called polygon meshes. In polygon mesh, each edge is shared by at most 2 polygons. ഓരോ എഡ്ജും at most 2 polygons എങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട്.
ആൻഡ് എ സെറ്റ് ഓഫ് പോളിഗൺസ് ഓർ ഫേസസ് ടുഗദർ ഫോം ദ സ്കിൻ ഓഫ് ദ ഒബ്ജക്റ്റ്. നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ഏകദേശം ഒരു ഫോം കാണാനായിട്ട് പറ്റും. This method can be used to represent a broad class of solids or surface, and a polygon mesh can be rendered using hidden surface removal algorithms. Hidden surface removal algorithms നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഹിഡൻ സർഫസ് റിമൂവൽ. അപ്പോൾ ഈ പോളിഗൺ മെഷിനെ നമുക്ക് ഹിഡൻ സർഫസ് റിമൂവൽ വെച്ചിട്ട് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സാണ്. ജസ്റ്റ് നെയിം മാത്രം പഠിച്ചാൽ മതി. പോളിഗൺ മെഷിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 3 വേസ്. എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, പോയിൻറ്റേഴ്സ് ടു വേർട്ടെക്സ് ലിസ്റ്റ് ഉണ്ട്, പോയിൻറ്റേഴ്സ് ടു ആൻ എഡ്ജ് ലിസ്റ്റ് ഉണ്ട്. ജസ്റ്റ് അതിൻ്റെ നെയിം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ പോളിഗൺ മെഷസ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മോഡൽ അറ്റ് ഓൾമോസ്റ്റ് എനി ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദേ ആർ ഈസി ടു റെപ്രസെൻറ്റ് ആസ് എ കളക്ഷൻ ഓഫ് വേർട്ടീസസ്. They are easy to transform. They are easy to draw on computer screen. So these are the advantages of a polygon meshes. Then what are the disadvantages? The main disadvantage is the curved surface can only be approximately described. Curved surface നമുക്കൊരു കറക്റ്റ് ആയിട്ട്, അതായത് കേർഡ് അല്ലാത്ത സർഫേസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യും. കേർഡ് സർഫേസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റും. 100% ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കേർഡ് സർഫേസിനെ നമ്മൾ ഈ പോളിഗൺ മെഷസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സിമുലേറ്റ് സം ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ലൈക്ക് ഹെയർ ഓർ ലിക്വിഡ്. ഹെയർ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഒബ്ജക്ട്സിനെ ഒന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഇത് ക്വാഡ്രിക് സർഫസ്. അപ്പോൾ നമ്മൾ ആദ്യമേ പോളിഗൺ സർഫസിനെ പറ്റിയിട്ട് പഠിച്ചു. പോളിഗൺ സർഫസ് അതായത് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ പോളിഗൺ സർഫസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് പോളിഗൺ ഫേസസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോളിഗൺ ടേബിൾസ് യൂസ് ചെയ്യും. 2 ടേബിൾസ്, ജോമെട്രിക് ആൻഡ് ആട്രിബ്യൂട്ട് ടേബിൾ. ജോമെട്രിക് ടേബിൾ തന്നെ 3 ഫോംസ്. ദെൻ നമ്മളൊരു പോളിഗൺ സർഫസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ടെസ്റ്റ് പെർഫോം ചെയ്യണം. ദെൻ പ്ലെയിൻ ഇക്വേഷൻസ്, പോളിഗൺ മെഷസ്. The next is quadric surface. Quadric surface means നമ്മളൊരു ഒബ്ജക്റ്റിനെ സ്പിയർ ആയിട്ടോ എലിപ്സ് ഫോമിലായിട്ടോ ടോറസ് ഫോമിലായിട്ടോ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ദ ഫസ്റ്റ് quadric surface representation means we can represent a 3-dimensional object as a sphere. So a spherical surface means it consists of a radius r and the sphere is centered on the origin. It is defined as a sphere is with a radius r. ഒരു റേഡിയസ് r ഉള്ള ഒരു സ്പിയറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ സ്പിയർ എന്ന് പറയുന്നത് സെൻറ്റേർഡ് ഒറിജിൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതൊരു XYZ സിസ്റ്റം. ദെൻ നമ്മളൊരു സ്പിയർ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റേർഡ് ആയിരിക്കണം. ഓക്കെ, സോ എ സ്പിയർ മീൻസ് ഇറ്റ്സ് സ്പിയർ വിത്ത് റേഡിയസ് r is defined as it consists of a set of points x, y, z and which will satisfy the equation x square plus y square plus z square equal to r square. നമ്മൾ മിഡ് പോയിൻറ്റ് സർക്കിൾ അൽഗോരിതത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു സർക്കിളിനെ ഡിഫൈൻ ചെയ്തു. സർക്കിൾ മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് which satisfy the equation x square plus y square equal to r square. അപ്പോൾ ഇവിടെ സ്പിയർ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഒരു z വാല്യൂ ഉണ്ട്. സോ ഹിയർ ദിസ് ഇക്വേഷൻ ഓഫ് എ സ്പിയർ ഈസ് x square plus y square plus z square equal to r square. ഓക്കെ, അതിൽ എക്സ് വൈ ഇസഡിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? എക്സ് മീൻസ് r cos theta, r cos phi cos theta, y means r cos phi sin theta and z equal to r sin phi. ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ദെൻ എലിപ്സോയിഡ്. ഇങ്ങനെ എലിപ്സോയിഡ് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? എലിപ്സോയിഡ് സർഫസ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ എക്സ്റ്റൻഷൻ ഓഫ് എ സ്പിരിക്കൽ സർഫസ് ആൻഡ് ഹിയർ ദ റേഡിയസ് ഈസ് ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഒരു സ്പിയർ എടുക്കുന്ന കേസിൽ നമ്മൾ എല്ലാ സൈഡിലോട്ടും അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, റേഡിയസ് സെയിം ആയിരിക്കും ഫ്രം സെൻറ്റർ. ബട്ട് എലിപ്സിൻ്റെ കേസിൽ എടുത്ത് നോക്കുമ്പോൾ എലിപ്സിൻ്റെ മൈനർ ആക്സിസും മേജർ ആക്സിസും ഒക്കെ ഉണ്ട്. സോ ആ കേസിൽ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് 3 ഡയറക്ഷൻസിലും റേഡിയസിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ represent an ellipse means it consists of a set of points which satisfy the equation x by rx the whole square plus y by ry the whole square plus z by rz the whole square equal to 1. ഇതാണ് എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ. ആൻഡ് ഹിയർ x equal to rx cos phi cos theta,
y equal to ry cos phi sin theta and z equal to rz sin phi. ഓക്കെ, സോ എന്താണ് എലിപ്സോയിഡ്, ദെൻ എലിപ്സോയിഡിനകത്തുള്ള എക്സ് വൈ സെഡ് വാല്യൂസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ ഈസ് ടോറസ്. ടോറസ് മീൻസ് ദ ടോറസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഹിയർ r മൈനസ് ദ റൂട്ട് ഓഫ് x മൈനസ് rx the whole square plus y minus ry the whole square plus the whole square plus z by rz the whole square equal to 1. ഇതാണ് ടോറസിൻ്റെ ഇക്വേഷൻ. അതിൽ എക്സ് വൈ സെഡിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആർ എക്സ് ഇൻറ്റു ആർ പ്ലസ് കോസ് ഫൈ ദ ഹോൾ ഇൻറ്റു കോസ് തീറ്റ, ആർ വൈ ഇൻറ്റു ആർ പ്ലസ് കോസ് ഫൈ ദ ഹോൾ ഇൻറ്റു സൈൻ തീറ്റ ആൻഡ് ഇസഡ് ഈക്വൽ ടു ആർ ഇസഡ് സൈൻ തീറ്റ. ഇതാണ് ടോറസിൻ്റെ ഇക്വേഷൻ. അതായത് നമ്മൾ ക്വാഡ്രിക് സർഫസ് മെത്തേഡ് യൂസ് ചെയ്ത് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്പിയർ ആയിട്ടോ എലിപ്സോയിഡ് ആയിട്ടോ ടോറസോ ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കേസിലുള്ള സ്പിയറിൻ്റെ എലിപ്സോയിഡിൻ്റെ ടോറസിൻ്റെയും ഇക്വേഷൻസും അതിൽ എക്സ് വൈ സെഡ് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസുമാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു.